പ്രിയമുള്ളവരെ, ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വിഷയം നമ്മുടെ കേരളക്കര കണ്ടെത്തിയിരിക്കുന്നു. കേരളക്കരയിൽ ഇത് കണ്ടെത്താനുള്ള ഭാഗ്യം എളിവനായ എനിക്കാണ് കിട്ടിയത്. അതായത് ഒരു സ്ത്രീ ഒരു പന്നിയോടോ പട്ടിയോടോ രതിക്കിടയിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു കുട്ടി പിറക്കുകയും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് സാമാന്യ ശാസ്ത്രബോധമുള്ള ആളുകൾ പറയുക. ഞാനിത് ഇങ്ങനെ കേട്ടത് ആദ്യം ചരിത്രപ്രസിദ്ധമായ ഫത്തുഹുൽ മുഈൻ എന്ന ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിലാണ്. അതായത് ഒരു സ്ത്രീയും പന്നി അല്ലെങ്കിൽ പട്ടിയും ചേർന്ന് രതിക്രീഡയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടിക്ക് ഇമാമാകാൻ വരെ സാധിക്കുമെന്നുള്ള പ്രയോഗം ഫത്തുഹുൽ മുഈനിൽ എഴുതിയിട്ടുള്ളതിൻ്റെ ഡിസ്പ്ലേ ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ഷൈഖുന പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു നായയോ പന്നിയോ മനുഷ്യസ്ത്രീയെ പ്രാപിക്കുകയും അതിൻ്റെ ഫലമായി ആ സ്ത്രീ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്താൽ ആ കുട്ടി നജസായിരിക്കും. അതോടൊപ്പം നിസ്കാരം പോലുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ അവൻ ബാധ്യസ്ഥനുമാണ്. അനിവാര്യത പരിഗണിച്ച് മാപ്പ് നൽകപ്പെടുന്നതിനാൽ ആവശ്യമായി വരുമ്പോൾ അവനെ സ്പർശിക്കാവുന്നതാണ്. ജമാഅത്തിനും മറ്റുമായി നനവില്ലാതെ അവനെ പള്ളിയിൽ പ്രവേശിക്കാം. നിസ്കാരത്തിന് ഇമാമാവുകയും ചെയ്യാം. കാരണം അവൻ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടവനല്ല. ഇതൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. കാരണം ഒന്നവന് പള്ളിയിൽ ചെല്ലാം. പിന്നെ ആ സ്ത്രീയോട് ക്ഷമിക്കാം. കാരണം പന്നിയോടോ പട്ടിയോടോ ഇങ്ങനെ രതിക്രീഡയിൽ ഏർപ്പെട്ടത് കൊണ്ട് അത് പോട്ടെന്ന് വെക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ആളിൻ്റെ പേരിടണമെങ്കിൽ ഇപ്പോൾ ഒരാളുടെ പേര് സുലൈമാൻ എന്നാണ് കൂട്ടുക, അല്ലെങ്കിൽ സുലൈമാൻ ബിൻ പന്നി ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റില്ലല്ലോ. ആ സ്ത്രീ എന്ത് പിഴച്ചു? അപ്പോൾ ഏതായാലും ഈ പന്നി അല്ലെ പട്ടിയിൽ ഇങ്ങനെ കുഞ്ഞ് ജനിച്ചാൽ അവനെ ഇമാമ് വരെ ആക്കാം, പള്ളി നിസ്കരിക്കാം. ഇത്രയും വിശാലതയുള്ളൊരു ആധ്യാത്മികത ലോകത്ത് തന്നെ ഇല്ല. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ പണ്ട് ഈ ഫത്തുഹുൽ മുഈൻ വായിക്കുമ്പോൾ ഇത് എനിക്കൊന്നും പിടിയിട്ടില്ല. കുറേയധികം ആളുകളോട് ചോദിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഇതെന്താണ്, ഇത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എഴുതി വെക്കാൻ. പക്ഷെങ്കിൽ ഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ നമ്മളുടെ ജംഗ്ഷൻ മുഹു ഡോക്ടർ ജംഗ്ഷൻ മുഹുവിനോട് ചില ചർച്ചകളിലായിരുന്നു എനിക്കറിയാം. അദ്ദേഹത്തിൽ നിന്നാണ് ഈ മനുഷ്യപ്പന്നി എന്നുള്ള ആശയം യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലായത്. അത് കണ്ടെത്തി എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് വാസ്തവത്തിൽ ഈ ജംഗ്ഷൻ മുഹു ആണ്. മുഹു എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞാണ്. കാരണം എൻ്റെ പേര് കൊടി എന്ന് മാത്രമായിട്ട് അദ്ദേഹം ചുരുക്കിയത് കൊണ്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാമല്ലോ. ജംഗ്ഷൻ മുഹമ്മദ് എന്നാണ് ശരിക്കും. അപ്പം ഞാനത് ജംഗ്ഷൻ മുഹു എന്ന് ചുരുക്കി. കാരണം മറ്റേ മുഹമ്മദിന് തിരിച്ചറിയുകയും വേണം. ഏതാ നമ്മുടെ ഒരു ഒറിജിനൽ മുഹമ്മദ് ഉണ്ട്, 30 കുതിരശക്തി മുഹമ്മദ് അല്ലിത്. അതുകൊണ്ട് തിരിച്ചറിയണം. അപ്പം ജംഗ്ഷൻ മുഹു എനിക്ക് പരിചയപ്പെടുത്തിയ ആ മനുഷ്യപ്പന്നിയുടെ വാക്കുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. അദ്ദേഹവും തീരെ മോശമല്ല. അദ്ദേഹം എൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ ഉള്ള ചില ഗവേഷണങ്ങൾ പറയുകയാണ്. അതിൻ്റെ ആധാരം ഈ MM അക്ബറുടെ ഒരു വീഡിയോ എടുത്തിട്ട് സൈനബിൻ്റെ തിരുതുണി പൊങ്ങുകയും തിരുദൂതർക്ക് തിരുവികാരമുണ്ടാകുകയും തിരു അടിമയായിരുന്ന നമ്മുടെ സെയ്ദിനെ തിരുമൊഴി ചൊല്ലിച്ചുകൊണ്ട് അങ്ങനെ സൈനബിനെ സ്വന്തമാക്കുകയും ചെയ്ത കാര്യം ഏറ്റവും മോശപ്പെട്ടവർക്കേ പറയാൻ പറ്റൂ. അങ്ങനെ മോശപ്പെട്ട എൻ്റെ ജനിതക രഹസ്യം തേടി ബഹുമാനനായ ഈ മനുഷ്യപ്പന്നി സാഹിബ് സുലൈമാൻ സേട്ട് പോകുന്ന ആ ഗവേഷണ വീഡിയോ എനിക്ക് അടുത്ത ദിവസം കിട്ടിയ, മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയെ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ കുറേ അദ്ദേഹത്തെ പറ്റി പഠിച്ചു. ജാമിദ ടീച്ചറുമൊക്കെയുള്ള ജാമിദ ടീച്ചർ അദ്ദേഹത്തിന് നൽകുന്ന ചില മറുപടിയൊക്കെ കണ്ടു. ആൾ നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഈ ഗവേഷണ പ്രബന്ധം ഒന്ന് കേട്ടിട്ട്, ഈ വീഡിയോ കിട്ടാൻ താമസിച്ചതാണ്, നമ്മുടെ ഈ വീഡിയോ വരാനും താമസിച്ചത്. ഓക്കെ, ശരി മനുഷ്യപ്പന്നി സാഹിബേ പറയൂ. അത്തരം വ്യക്തികൾ അവർ പുറമ്പോക്ക് ബീജത്തിൽ ജനിച്ചവരായിരിക്കും. ഒന്നുകിൽ ആ വ്യക്തിയുടെ മാതാവിന് ഈ കുംഭസാരത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ
അച്ഛൻ അവരുമായി ചുറ്റുപാടുണ്ടാക്കിയെടുത്തതിന് ശേഷം പള്ളിക്കൽ അച്ഛൻ്റെ ബീജത്തിൽ ജനിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അവരെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് വന്ന ആ സ്ത്രീയെ ബലാത്കാരമായി കൊണ്ട് ആ സ്ത്രീയിൽ ജനിച്ചതായിരിക്കാം ഈ കുട്ടി. എന്നിട്ട് ആ സ്ത്രീയോട് ഈ ബലാത്കാരം ചെയ്ത വ്യക്തി പറയുകയാണ്, മിണ്ടരുത്, മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായയായി ഈ സ്ത്രീ ഒരു പുറമ്പോക്ക് ബീജത്തിന് ജന്മം നൽകുന്നു. മൂന്നാമതായിട്ട് സ്നേഹം നടിച്ചു വരുന്ന കസിൻസ് ചിലപ്പോൾ ഈ പുറമ്പോക്ക് ബീജത്തിൽ നിന്ന് കുട്ടിക്ക് ജന്മം നൽകും. ഇങ്ങനെ 3 തരത്തിൽ പുറമ്പോക്ക് ബീജത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് ഇതുപോലെ പറയാൻ, അതായത് ഒരു വ്യക്തിയെ അവഹേളിക്കാൻ, സമൂഹത്തിൽ ജനങ്ങൾക്കറിയാം ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് അറിയാം. അങ്ങനെ പച്ചക്കള്ളം പറയാൻ ധൈര്യപ്പെടുന്നവൻ പുറമ്പോക്ക് ബീജത്തിൽ ജനിച്ചവനായിരിക്കും. അത്തരത്തിൽ കട്ട് ചെയ്ത് കള്ള വീഡിയോ പ്രചരിപ്പിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ടറിയാം ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ എന്നെ നായിന്റെ മോനെ എന്ന് വിളിക്കും, അതായത് അദ്ദേഹത്തിന്റെ അച്ഛനെ നായി എന്നും ഇദ്ദേഹത്തിന്റെ മോനെന്ന് വിളിക്കും എന്ന് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിക്ക് നന്നായി അറിയാം. തന്റെ അമ്മയെ ജനങ്ങൾ വേശ്യ എന്ന് വിളിക്കും എന്നും അദ്ദേഹത്തിന് അറിയാം. ഫത്തഹുൽ മുഈൻ പേജ് 90 പറയുന്ന മനുഷ്യ പന്നി എന്ന ആ വിശദീകരണത്തിന് യോഗ്യനായ ഈ സുലൈമാൻ സെട്ട് സാഹിബ് മനുഷ്യപ്പന്നി അവരുകളെ നിങ്ങൾ കണ്ടു. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മനസ്സിലായത് എന്ന് ഞാൻ വിശദീകരിച്ച് പറയാം. അതിന് ഞാൻ തെളിവില്ലാതെ ഒന്നും പറയില്ല. മാത്രമല്ല, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വിദേശ സർവകലാശാലകളിൽ നിന്ന് ജീവശാസ്ത്രജ്ഞന്മാർ പാഞ്ഞു വരാൻ പോവുകയാണ്. മാസാച്യുസെറ്റ്സിലെ അതുപോലെ ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ആളുകൾ പഠനത്തിനായി കേരളത്തിലെത്തും. കേരളം ഈ മനുഷ്യപ്പന്നി ഗവേഷണത്തിൻ്റെ ഒരു വലിയ ഹബ്ബായിട്ട് മാറും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും എൻ്റെ ഈ വീഡിയോ അതിനൊരു വഴിത്തിരിവാകും. അത് കഴിയുന്നത് ഇംഗ്ലീഷിലൂടെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിനാസ്പദമായൊരു സംഭവം ഈ സുലൈമാൻ ഷേട്ട് സാഹിബിൻ്റെ പിറവിക്ക് പിന്നിൽ ഉള്ളൊരു സംഭവം. അതിന് അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അതായത് ഈ മുഹമ്മദ് സൈനബിൻ്റെ വീട്ടിൽ പോയിട്ട് അത്യാവശ്യം ദത്തുപുത്ര സമ്പ്രദായം മാറ്റാൻ വേണ്ടി ബലിയാടാകുന്ന ഒരു രംഗമുണ്ട്. വലിയൊരു ത്യാഗമാണ് തിരുനബി അന്ന് ചെയ്തത്. അതുവരെ നിലനിന്ന ദത്തുപുത്ര സമ്പ്രദായം മാറ്റാൻ തിരുനബി ചെയ്ത ത്യാഗം പോലെ ലോകത്തൊരു മനുഷ്യനും ത്യാഗം ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ പേരിൽ തിരുനബിയെ ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട്. അതിൽ അർത്ഥമില്ല. തിരുനബിക്കൊരു വിഷമവും വരാതിരിക്കാൻ അല്ലാഹു ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അള്ളാഹിൻ്റെ ഓരോരോ കുദറത്തുകൾ എന്നല്ലാതെ എന്താണ് നമ്മൾ പറയുന്നത്? അപ്പോൾ കുദറത്ത് വീരനായ അള്ളാഹു ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ. അത് അള്ളാഹുവിൻ്റെ വഴി ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ വഴിക്കും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊരു സംഭവമുണ്ട്. ഇസ്ലാമിൽ തന്നെ ഒരു ഗുരുതര പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിഹാര വഴി കാണുന്നുണ്ട്. അതായത് ഇസ്ലാമിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈച്ചശാസ്ത്രം, അതുപോലെ വളരെ രസകരമാണ് ഈ ഭ്രൂണശാസ്ത്രം. അതുപോലെ ബീജം പുറപ്പെടുന്നത് പുരുഷൻ്റെ മുതുകലിൽ നിന്നാണെന്നാണ് കറക്റ്റ് അത് കണ്ടെത്തിയിട്ടുണ്ട്. വലിയ ശാസ്ത്ര സർവകലാശാലകളൊക്കെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാവാത്ത, പെട്ടെന്ന് ചിന്തിച്ചാൽ നമുക്ക് തോന്നും അത് എങ്ങനെ പുറപ്പെടും. അതൊക്കെ പുറപ്പെടും, അങ്ങനെയാണ്. അപ്പോൾ ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധവും ഒരു ചിറകിൽ വിഷവും എന്നൊക്കെയാണ്. അപ്പോൾ ഈച്ച ഒരു സൈഡ് ചേർന്ന് ചരിഞ്ഞ് നമ്മുടെ ചായക്കുള്ളിൽ വന്ന് വീഴുന്നത് ഈ വിഷമുള്ള ചിറകുകൊണ്ടായിരിക്കും. മറ്റേ ചിറക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. ഈച്ചയാണെങ്കിലും അതിനൊരു വിവരം ഉണ്ടല്ലോ. അവസാനം ഞാൻ ഈച്ചയെന്ന് തന്നെയാണ് പറഞ്ഞോട്ടെ, ഈസാൻ തെറ്റിദ്ധരിക്കില്ല. അപ്പോൾ ഈച്ച അങ്ങനെ വന്ന് വീഴുമ്പോഴേക്കും നമ്മൾ രോഗം മാറാൻ ഈച്ചയെ പിഴിഞ്ഞ് നല്ല രീതിയിൽ പിഴിയണം. ഇതിനെ പിഴിഞ്ഞ് ചായക്കകത്ത് ചേർക്കുക. ഒത്തിരി ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്, വളരെയധികം ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഗുണം ഇത് കേട്ടാൽ മാത്രം മതി. ചിലർക്ക് വർഷങ്ങളായി ദഹിക്കാതെ കിടക്കുന്ന ആഹാരം വൊമിറ്റ് ചെയ്ത് പുറത്തു. അതൊക്കെ ലോകത്തൊരു ശാസ്ത്രഗ്രന്ഥത്തിലും പറയാത്ത കാര്യമാണ്. ഇനി ഇവിടെ ഇതുപോലെ തന്നെ അവിടെ ഉണ്ട് ഒത്തിരി ശാസ്ത്രം. ഇപ്പോൾ മറ്റൊരു ശാസ്ത്രമാണ് ഇപ്പോൾ പറയുന്നത് ലിംഗശാസ്ത്രം. അപ്പോൾ എന്താണ് ഈ ലിംഗശാസ്ത്രം? പറയാം. ഒരു പുരുഷൻ്റെ ജനനേന്ദ്രിയം അസാധാരണമായ വലിപ്പമാണെങ്കിൽ അത് സ്ത്രീയിൽ ഉണ്ടാക്കാവുന്ന ചില പ്രയാസങ്ങളുണ്ട്. ഇത് പണ്ടേ ഇസ്ലാമിലുള്ളതാണ്. കാരണം നമ്മുടെ മൂസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവിടെയുണ്ട്. ഈ മൂസ
ഇങ്ങനെ കുളിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രൈവസി സൂക്ഷിക്കുമായിരുന്നു എന്നാണ്. ഇതെല്ലാം ഹദീസുകളിലുള്ളതാണ്, വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇത് എൻ്റെ അറിവിൽ ഏറ്റവും അധികം ഹദീസുകൾ വായിക്കാത്തത് മുസ്ലിം സഹോദരന്മാരാണ്, അവിടെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി എന്നോട് ചോദിക്കണം, നിങ്ങൾ നുണ പറയാതെ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കണം. ഇതെല്ലാം ഇപ്പോൾ എടുക്കാൻ എനിക്ക് നേരമില്ല, അത്യാവശ്യമുള്ളത് എടുക്കുന്നു. അപ്പോൾ മൂസ കുളിച്ചുകൊണ്ടിരിക്കെ ആ മൂസ ആരും കാണാതെന്നാണ് കുളിക്കുന്നത്. അപ്പോൾ ആൾക്കൊരു സംശയം, ഇതെന്താണ് മൂസ ഇങ്ങനെ കുളിക്കുന്നത്? അപ്പോൾ ആരോ പറഞ്ഞു, ഈ മൂസ പ്രവാചകൻ്റെ ജനനേന്ദ്രിയത്തിന് അസാധാരണ വലിപ്പമാണ്. അപ്പോൾ പുള്ളി ജനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇങ്ങനെ സൂക്ഷിക്കുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് ഒരാഗ്രഹം, ഇവിടെ ഇത് മനുഷ്യൻ തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമാകുമല്ലോ. അതുകൊണ്ട് ഒരു ദിവസം മൂസ വെള്ളത്തിൽ മുങ്ങി ഇങ്ങോട്ട് വരികയും കല്ലിൽ വെച്ചിരുന്ന തുണിയെല്ലാം കൂടെ കല്ലെടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം. അങ്ങനെ മൂസയെ നഗ്നനായി ജനങ്ങൾ കാണുകയും ആളുകൾക്ക് ഒരു വലിയ രഹസ്യം, ഒരു തിരുരഹസ്യം ഈ നമ്മുടെ അള്ളാഹു ഊത്താല വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഊത്താല വെളിപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ നോർമലാണ്, കാര്യമൊന്നും പേടിക്കാനില്ലെങ്കിൽ, തെറ്റിദ്ധരിച്ചു പോലൊന്നുമില്ല. ഏതായാലും അതിനുവേണ്ടി ആയത്തിറക്കി സമയം കളയണ്ട, മറിച്ച് ഈ കല്ല് മൂസയുടെ നിക്കറും പാൻറ്റും ഒക്കെ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം. പിന്നെ എങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചു. അള്ളാഹു കരുണാമയനല്ലേ, ഇത് കൊടുക്കും. ഇത് എടുത്തുകൊണ്ട് പോയാലും ആൾ കൊടുക്കും. ഇങ്ങനെയുള്ള സാധനം എടുത്തുകൊണ്ട് പോയാൽ തിരിച്ചു കൊടുക്കാത്ത ഒരാളുമുണ്ട്. ചുവന്ന കൗവീനം കൊണ്ട് ഒരാളൊരിക്കൽ പോയി, അതേ കൊടുക്കാതെ അത് തിരിച്ചു കൊടുത്തില്ല. അത് ശവക്കുഴി വരെയും കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു. ഇങ്ങനെ ഒരാളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ അല്പം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് വിഷയം വിട്ടു പോകണ്ട, ഈ വിഷയത്തിലേക്ക് ശരിക്കും ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിന് വലിപ്പം കൂടുതലാണെങ്കിൽ അത് നേരാണോ കള്ളമാണോ ഈ സ്ത്രീ പറയുന്നതെന്ന് അറിയാൻ ചില സംവിധാനങ്ങൾ ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നിർദ്ദിഷ്ട സുലൈമാൻ സേട്ട് സാഹിബ് മനുഷ്യപത്നിയുടെ ഈ ജനനത്തിന് മുന്നിൽ ഇതുപോലൊരു തർക്കമുണ്ടായിരുന്ന ഒരു കരക്കമ്പി കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ ഇതൊരു വലിയ തർക്കമായി. ഈ തർക്കം വരുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് ഉള്ള കാര്യം DC ബുക്സ് പ്രസിദ്ധം ചെയ്യുന്ന ഇസ്ലാമിക് സെക്സ് എന്ന പുസ്തകം, അതിൽ ഇതേ ഫത്തവുൽ മുയീൻ പേജ് 421 ആസ്പദമാക്കിക്കൊണ്ട് ഒരു നല്ല പരിഹാരമാർഗം പറയുന്നുണ്ട്. ഇതിനെല്ലാമുള്ള പരിഹാരം ഇസ്ലാമിലല്ലാതെ വേറൊരു മതത്തിലില്ല. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് പറയുന്നത് കേൾക്കുക. വരൻ്റെ ലിംഗവലിപ്പത്തെക്കുറിച്ച് വരൻ്റെ സ്ഥിരീകരണം കൊണ്ടും അല്ലെങ്കിൽ ചേലാകർമ്മം കഴിക്കുന്ന 2 പുരുഷന്മാരുടെ സാക്ഷികൾ അതിൻ്റെ അളവിൽ സാക്ഷ്യം വഹിച്ചാലും സ്ഥിരപ്പെടും. അതിന് ലിംഗോദ്ധാരണം ആവശ്യമെങ്കിൽ ഹറാമായ യോനിയിലോ ബുധത്തിലോ പ്രവേശിപ്പിക്കലല്ലാത്ത ഏത് വഴിയും, കണ്ടോ, അല്ലാഹു ഭയങ്കര വിശാലതയാണ് കാണിച്ചേക്കുന്നത്, ഏത് വഴിയും, അതായത് ഇയാളുടെ ജനനേന്ദ്രിയത്തെ ഉദാഹരണാവസ്ഥയിലാക്കാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കാം. അതിപ്പോൾ ഏത് വഴിയെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഈ തൊഴിലാളികളൊക്കെ കൊണ്ടുവന്നു ഈ കാര്യാദികൾ ചെയ്ത് കൊണ്ടുവരാം. ഏത് വഴിയെന്ന് അള്ളാഹ് പറയുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല. അതുകൊണ്ട് ഏത് വഴി 2 സാക്ഷികൾക്കും സ്വീകരിക്കാം. ഈ അവസരത്തിൽ അത് കാണൽ അനുവദനീയമാണ്. നാട്ടുകാരെങ്കിലും ഒക്കെ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുകയല്ലേ, അത് കണ്ടേക്കാമെന്ന് വെച്ചാൽ തടയാൻ പറ്റുകയില്ല. കാരണം തരക്കേടില്ലാത്ത ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നു, അത് കാണാം. പിന്നെ അപ്പോൾ ലിംഗോദ്ധാരണത്തിൽ മറയൊന്നുമില്ലാതെ ഭാര്യാഭർത്താക്കന്മാരുടെ ലൈംഗിക അവയവങ്ങൾ ഒപ്പം കാണുന്നതിന് വിരോധമില്ല. ഈ സമയത്ത് ഇതിൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ വേണ്ടി ഈ കക്ഷികൾക്ക് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഈ സെക്സ്വൽ ഓർഗൻസ് കാണാനുള്ള ഒരു വിശാലത നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ പറയല്ലേ, ഖബർ വിശാലമാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ. അപ്പോൾ ഇവരിങ്ങനെ പ്രാർത്ഥനാ പുരസരം നിൽക്കുന്നു. ഈ 2 പുരുഷന്മാർ വരുന്നു, ചേലാകർമ്മം ചെയ്യുന്ന 2 പുരുഷന്മാരാണ്. കാരണം അവരിത് ഒത്തിരി എത്രയോ വെറൈറ്റി സംഗതികൾ കണ്ടുവരുന്ന മനുഷ്യരാണ്. അവർക്കിതൊന്നൊരു പുതുമയല്ല. അവർ ജീവിതത്തിൽ ഒത്തിരി വെറൈറ്റികൾ കണ്ടും മനസ്സിലാക്കിയും ഒക്കെ വരുന്ന നല്ല അനുഭവസമ്പന്നരായ 2 പേര് വരുന്നു. അപ്പോൾ അവർക്ക് ഇതിനെ ഉദാഹരണാവസ്ഥയിൽ കാണണം. അതിനുവേണ്ടി 2 കാര്യം പാടില്ല. ഹറാമായ യോനിയിലോ ബുധത്തിലോ പ്രവേശിപ്പിക്കുക. ഹറാം അല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇദ്ദേഹം 3-4 വിവാഹം കഴിച്ചെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് തൽക്കാലത്തേക്ക് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് ഇതിൻ്റെ അളവ് എടുത്തുകൊണ്ട് പോകാനാണ്. അളവ് കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവർ അളവെടുക്കുന്ന നേരത്ത് ആർക്ക് വേണമെങ്കിലും അത് കാണാം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ സ്ത്രീയുടെ ജനനേന്ദ്രിയവും പുരുഷൻ്റെ ജനനേന്ദ്രിയവും 2 പേർക്കും കാണാം.
ഇങ്ങനെ എന്തോ ഈ സേട്ടുജിയുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടായി. സേട്ടുജിയുടെ ജനനവുമായി ബന്ധപ്പെട്ടോ ഒത്തിരി വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായി. പിന്നെ ഈ ബന്ധം എന്തോ പ്രാവർത്തികമല്ലാതെ വന്നെന്നോ ഒക്കെ ഒത്തിരി കഥകൾ കേൾക്കുന്നു. അതിനിടയിൽ നമ്മുടെ സേട്ടുജി എങ്ങനെയൊക്കെ പിറന്നു. പിന്നെ ഇത് കേൾക്കുന്നത് ഇങ്ങനൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ്. അപ്പോൾ സേട്ടുജിയുടെ ഈ തിരിജനനത്തിൻ്റെ പിന്നിലെ കഥ വാസ്തവത്തിൽ ഇതിന് ശേഷം, ഈ സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജന്മം കിട്ടുന്നു. അപ്പോഴാണ് പിന്നെ അടുത്ത വിഷയം വരുന്നത്. ഈ രൂപഭാവങ്ങൾ കൊണ്ടും ശൈലി കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അദ്ദേഹം ഇമാമിൻ്റെ സ്ഥാനത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് പള്ളിയിൽ പ്രവേശിക്കാൻ ഒത്തിരി ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മളെ ഈ കക്ഷി അല്ലെങ്കിൽ സുലൈമാൻ സേട്ട് സാഹിബ് അനിൽകുമാർ കണ്ടുപിടിച്ചെന്ന ഈ മഹാരഥൻ, അനിൽ മുഹമ്മദ് കണ്ടുപിടിച്ചെന്ന ഈ മഹാരഥൻ ഇത്രയും ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമയാണെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് ഇസ്ലാമിന് നിഷിദ്ധമായ ഒരു ജീവിക്കാണ് അദ്ദേഹം പിറവി കൊണ്ടെങ്കിൽ പോലും ആള് നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഐശ്വര്യം തോന്നി. കാരണം സായിപ്പിൻ്റെയാണ് ആ കോട്ട്. ഇത് കാഫീറുകളെന്ന് നിരന്തരം വിളിക്കുന്ന സായിപ്പിൻ്റെ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഒരു മനുഷ്യപ്പന്നി സാഹിബ് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം പള്ളിലച്ചന്മാരുടെ കഥ പറയുന്നു. ഇങ്ങനെ പല വിധത്തിൽ സംസാരിക്കും. അതുകൊണ്ട് സാഹിബെ അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇതെല്ലാം നമ്മളിനി കണ്ടുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഇങ്ങനെയുള്ള ജീവിയെ അപൂർവമായിട്ടാണ് കാണുന്നത്. കുറേ പരിശോധിച്ച് വന്നു, വീഡിയോസൊന്നും അങ്ങനെ കാണുന്നില്ല. എനിക്കൊരാൾ ജാമിദ ടീച്ചറുടെ ഒരു വീഡിയോ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഈ സാഹിബിനെ പറ്റി മനസ്സിലാക്കിയത്. ഇനി ഇത്തരം വീഡിയോകൾ പല ചാനലുകളിലൂടെ അങ്ങേക്ക് കാണാനായിട്ട് പറ്റും. അല്ലാതെ ഇത് അങ്ങേപ്പോലുള്ള ഒരാളിനെ സമൂഹമധ്യേ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്, ആളുകൾ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങേ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ഈ ബഹുമാനനായ അനിൽ മുഹമ്മദിനോടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ ലോകോത്തര സർവകലാശാലകൾ ഇത്തരം മനുഷ്യപ്പന്നി ജനിസിപ്പെട്ട ആളുകളെ കാണാൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിന് ആവിർഭാവം ഈ പാവപ്പെട്ട എൻ്റെ വീഡിയോയിലൂടെ ആണല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും എനിക്കില്ലാതില്ല. ഏതായാലും നന്ദി, നമസ്കാരം. മറ്റുള്ളവർ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഫത്തഹുൽ മൈൻ പറയുന്ന പോലെ ഒരു മനുഷ്യപ്പന്നിയെ കണ്ടുകിട്ടിയ ആ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും മനുഷ്യപ്പട്ടിയെ കണ്ടെത്താൻ അധികം പോകേണ്ടതില്ല. നമുക്ക് ജംഗ്ഷൻ വരെ പോയാൽ മതി. ജംഗ്ഷന് വേണ്ടത് മൊത്തവും ചില്ലറയുമായിട്ട് ഈ രൂപത്തിൽ നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ സംവാദങ്ങളിൽ എടുക്കുന്നതല്ല നിങ്ങളുടെ കിതാബിലെ തെളിവാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന അബദ്ധങ്ങൾ എടുത്തു പറയുമ്പോൾ നാണം കെട്ടിട്ട് ഈ സുഹൃത്തുക്കൾ തിരിച്ച് സംവാദകരുടെ അപ്പനും അമ്മയ്ക്കും പറയാനാണ് പദ്ധതി. നിങ്ങളുടെ കിതാബ് മാത്രം മതി ഞങ്ങൾക്ക് ഇതേ രൂപത്തിൽ അതേ നാണയത്തിൽ തിരിച്ചു തരാൻ. അല്ലെങ്കിൽ ആരോഗ്യപരമായി മാന്യമായ വിധത്തിൽ ചർച്ചകളിൽ ഏർപ്പെടാൻ പഠിക്കുക. ഇത് ഞങ്ങളോട് നിങ്ങൾ പറയാറുണ്ട് മാന്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു. അത് നിങ്ങളുടെ കിതാബിൽ കിടക്കുന്നതാണ്. ഈ മനുഷ്യപ്പന്നി എന്നുള്ളത് നിങ്ങളുടെ കിതാബിലുള്ളതല്ലേ? മനുഷ്യപ്പട്ടി നിങ്ങളുടെ കിതാബിലുള്ളതല്ലേ? ഈ തുണി പൊങ്ങി നിങ്ങളുടെ ആളുകൾ പറഞ്ഞതല്ലേ? അതാണ് എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഇത് നമുക്കിനിയും തുടരണം. ഇത് ജനങ്ങൾ അറിയണം. അതുകൊണ്ട് മനുഷ്യപ്പന്നിയെ എനിക്ക് പരിചയപ്പെടുത്തിയ, ജംഗ്ഷനിൽ കണ്ടെത്തിയ ഈ മനുഷ്യപ്പട്ടി സാഹിബിന് എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. താമസമിന അദ്ദേഹത്തിനുള്ള വേറൊരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഷെയർചാറ്റിലൂടെ, മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരുണ്ട്. പരാജയപ്പെടുത്തണം അല്ലാ. ദുനിയാവിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്തണം അല്ലാ.